എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോഴുള്ള ബന്ധത്തിൽ ഞാൻ തുടരണമോ എന്നാണ് നമ്മൾ ഇന്ന് ടാരോനോട് ചോദിക്കാൻ പോകുന്നത്. ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുമുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ റീഡിംഗ് നോക്കാം. 3 കാർഡുകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങളിലെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ആണ് നമുക്ക് കാർഡ് റീഡ് ചെയ്ത് തരുന്നത്. നിങ്ങളുടെ ഇപ്പോഴുള്ള ബന്ധം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾക്ക് ആദ്യത്തെ കാർഡ് പറഞ്ഞു തരുന്നത്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. കഷ്ടങ്ങളും നഷ്ടങ്ങളും മാത്രം തന്നൊരു ബന്ധമായിരുന്നു ഇത്. നിങ്ങൾ തമ്മിലുള്ള സംസാരം കലഹത്തിൽ മാത്രമാണ് അവസാനിച്ചിരുന്നത്. ഇപ്പോഴും അത് മാറ്റമില്ലാതെ തുടരുകയാണ് എന്നാണ് നിങ്ങളുടെ പ്രസന്റ് എനർജി റീഡ് ചെയ്യുന്നത്. ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ ബന്ധത്തെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നം കൂടി ആയപ്പോൾ ബന്ധങ്ങൾക്കിടയിലെ പ്രശ്നം കൂടുതൽ രൂക്ഷമായി എന്നാണ് കാണുന്നത്. എന്നിരുന്നാലും നിങ്ങൾ വിചാരിച്ചാൽ ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവും എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. ഇനി ഈ ബന്ധത്തിന്റെ ഭാവി എന്താണെന്ന് നോക്കാം. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് വിജയിച്ച ഒരു വ്യക്തി ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നതാണ് നമ്മൾ കാർഡിൽ കാണുന്നത്. ബന്ധങ്ങളിൽ ഒരുപാട് യാതനകൾ നിങ്ങൾ സഹിച്ചെന്നും എന്നാൽ അതൊക്കെ ഇറക്കി വെക്കാനുള്ള സമയമായി എന്നുമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ മറികടന്ന് സ്വസ്ഥമാവാനും സന്തോഷിക്കാനുമുള്ള അവസരങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. കഠിനമായ ഈ ബന്ധം ഇത്രയും ദൂരം കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ നേട്ടമാണ്. കോംപ്രമൈസ് എന്നത് ജീവിതം പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ശക്തമായ ഒരു ഘടകമാണ്. കോംപ്രമൈസിലൂടെ നിങ്ങൾക്കും ഈ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ റീഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ കോംപ്രമൈസിന് ശ്രമിക്കുകയാണെങ്കിൽ ഈ ബന്ധം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.